ഇനി എന്നാണ് നാടകമുള്ളത്? അടുത്ത ആഴ്ച. ഇപ്പൊ പഴയ പോലെ കളിയൊന്നുമില്ല. അതൊക്കെ KPC-യിലായിരുന്നപ്പം ഡെയിലി 2 കളിയായിരുന്നു. ഇപ്പൊ കലയേക്കാ ഭേദം കടൽ തന്നെയാണ്. ഇന്നലെ വലിയ കോളൊന്നും ഉണ്ടായില്ല. ഒരു പങ്ക് 300 രൂപ കിട്ടിയുള്ളൂ. ദേടി നിന്നെ യാത്രയൊക്കെ വന്നിപ്പുണ്ട് കേട്ടോ. നോക്കണ്ട. സത്യം പറഞ്ഞ വേറെ ശല്യൊന്നും ഇല്ലട്ടാ. കമാന്നൊരു അക്ഷരം മിണ്ടൂല. പോണ വഴിയെ പോസ്റ്റ് പോലെ നിന്നോളൂ. എന്നാ പിന്നെ നിനക്ക് അവനൊരു ജീവിതം കൊടുത്തൂടെ? അതിന് കൊടുക്കാൻ എന്റെ ജീവിതം വേണ്ടേ അപ്പച്ചാ? You are requested to clear your arrears within 7 days. ലോൺ എടുത്ത് മുടക്കം വരുത്തിയിരിക്കുന്ന പൈസ 7 ദിവസത്തിനുള്ളിൽ തിരിച്ചടക്കണമെന്നാണ്. അടച്ചില്ലെങ്കിൽ ഒന്നുമില്ല, അവർ ജയിലിൽ അടച്ചോളൂ. മാഷിൽ നിന്ന് കുട്ടികളുടെ ഭാവി നശിപ്പിക്കലില്ലേ? ഓ, സ്കൂളിലെ പടി പോലും കാണാത്തവള് ഇതല്ല, ഇതിനപ്പുറം പറയും. നീ അവളെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. മഴക്കാലത്ത് ഇവിടെ കടൽ കയറുമ്പോ നമ്മളെല്ലാം സ്കൂളിലോട്ട് മാറ്റി പറപ്പിക്കില്ലേ? അപ്പൊ ഇവിടെ 8ാം ക്ലാസ് ഇരുന്നിട്ടുണ്ടാ, 9ാം ക്ലാസ് കഞ്ഞിയും വെച്ചിട്ടുണ്ട്, 10ാം ക്ലാസ് പാവരിച്ച് കിടന്നിട്ടുണ്ട് അല്ലേടി? അത് ഓ, മാഷിന് സന്തോഷായി. കടലിൽ പോണ പെണ്ണ് എഴുതാനും വായിക്കാനും മീനിന്റെ കണക്ക് കൂട്ടാനും മാത്രം പഠിച്ചാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞേക്കണം. ഇനി ബാക്കി വല്ലതും പഠിക്കണമെങ്കിൽ മാഷ് പഠിപ്പിച്ചതാ. പിള്ളേര് തരണ പോലെ ഫീസ് ഞാനും തരാം. ഫീസിന് വേണ്ടിയൊന്നല്ല ഞാൻ പഠിപ്പിക്കുന്നത്. പിന്നെ അറിയാവുന്ന കാര്യങ്ങൾ കടപ്പുറത്തെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു സന്തോഷം. മാഷാവാൻ പറ്റാത്തതിന്റെ വിഷമം നീ കടപ്പുറത്തെ കുട്ടികളോട് തീർക്കണം. സിനിമാടനാവാൻ പറ്റാത്തതിന്റെ വിഷമം ഞാൻ നാടകം കളിച്ച് തീർക്കണം. ഒന്നോർത്താൽ എല്ലാവരുടെയും ജീവിതം ഇതുപോലുള്ള വിഷമം തീർക്കലില്ലേ മോന? ഇതേത് നാടകത്തിലാണല്ലോ? നാടകത്തിലല്ല, ഇത് കുടുംബം ഒരു പ്രതിസന്ധി അല്ലെന്ന്. കണ്ണാ, നമ്മുടെ ചാരങ്ങ അവനെ വള്ളത്തിനടുത്തിരുന്ന് ചീട്ട് കളിക്കാണ്, വിളിച്ചിട്ട് പറഞ്ഞില്ല. എന്നാ ഞാൻ പോയി വിളിക്കാം. ഇതിപ്പോ തീരണ കോളില്ലല്ലോ. സാരംഗൻ ചേട്ടാ തെര പദം വെച്ച് നിക്കണേണ്. വേഗം വാ, വള്ളം ഓർക്കാറായി. നിങ്ങൾ പോയിക്കോ, ഞാനിന്ന് ലീവാ. ലീവ് എടുക്കാൻ കടലെന്താണ് സർക്കാർ ആഫീസാ? മര്യാദക്ക് വന്നില്ലെങ്കിൽ കളി ഞാൻ അലമ്പാക്കുവേ. കളിക്കുന്നോര് കളിക്കട്ടെ, നീ നിന്റെ പാട്ടിന് ബോഡി വേണേ. വെള്ളത്തിൽ ചാടി വല വളയ്ക്കാനുള്ള ചാട്ടക്കുട്ടി ഇരുന്ന് ചീട്ട് കളിച്ചാലെങ്ങനാ? എന്റെ താമര, നീ ഒന്ന് പോയേ. ഇവിടെ ക്ലാവർ 8 വലിച്ച് ഈ സ്പീഡ് 4 ആരും തള്ളരുത്, ലൈഫ് ആകും. കൈ കണ്ട് കളി പറയരുത്, കാശ് വെച്ചുള്ള കളിയാണ് നിനക്ക്. മിഡിൽ സ്കൂട്ട് ചെയ്തിട്ട് നീ എന്താണ് കാണിച്ചത്? ഞാൻ അടിക്കേണ്ട കളിയായിരുന്നു പഴച്ചവളെ. എനിക്ക് 150 രൂപ കിട്ടേണ്ട കളിയാ ഇവിടെ നശിപ്പിച്ചത്. 150 രൂപ കിട്ടിയ തന്റെ പ്രശ്നം തീരുവല്ലോ. ഓ, ആ കാശ് ഇപ്പൊ തന്റെ കണക്ക് തീർന്ന? ഓ, തീർന്നു. ഇനി എന്നെ തള്ളിയിട്ട് എന്നെ ചീത്ത വിളിച്ച് എന്നെ കണക്ക് തീർക്കണ്ടേ? ഇപ്പൊ ആ കണക്കും തീർന്നു. കളിക്കാൻ കൂടെ കൂടി വെച്ച് ഫ്രണ്ട്സ് വല്ലക്കാരോട് കളിച്ചാണ്ടല്ലോ പാഞ്ഞിക്കോട്ടാ. കുറച്ച് ആണുങ്ങൾ കൂടെ ഉണ്ടെന്ന് കരുതി അധികം നകളിക്കരുത്. ചുമ്മാതല്ലടി നിനക്ക് ആരും പോലും ഇല്ലാണ്ടായി പോയത്. നിന്റെ ജന്മഗുണം കൊണ്ട് തന്നെയാ തന്തയും തള്ളയും ചത്തും മണ്ണടിഞ്ഞത്. പത്രത്തിൽ പടം വന്നുകൊണ്ടൊന്നും നീ വലിയ ആളായില്ലടി. ആരൊക്കെ പൊക്കിക്കൊണ്ട് നടന്നാലും നീ വെറും അനാഥ പെണ്ണ് തന്നെയാ, അനാഥ പെണ്ണ്. അവരെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് പോന്നോണ്ട് ഞങ്ങളും ഇന്ന് കടലിൽ പോയില്ല. വല്ലവനും വല്ലത് പറഞ്ഞു കരുതി നീ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? എനിക്ക് സങ്കടമൊന്നുമില്ല. ഇങ്ങനെ കടലിലേക്ക് നോക്കിയിരിക്കുമ്പോ അച്ഛനും അമ്മയും അടുത്തുള്ള പോലെ തോന്നും. നല്ല പെടക്കണ മീൻ പോലെ ജീവിക്കണോളാ നീ. നിനക്ക് ഈ സങ്കടമൊന്നും ചെയ്തില്ലട്ടാ. അങ്ങനെ സങ്കടപ്പെടാനാണെങ്കിൽ ഞാൻ എന്തോരം സങ്കടപ്പെടണം. ഫുൾ ടൈം വെള്ളം ഒടിച്ച് മണ്ണിൽ കിടന്ന് മണ്ടുമാന്തിന്ന് പേര് കിട്ടിയ ഒരു അച്ഛൻ, ഒരു തരകന്റെ ഒപ്പം ഒളിച്ചോടി പോയി പിഴയെന്ന് പേര് കളിപ്പിച്ചൊരു അമ്മ, ഇനി അമ്മനെ പോലെ പിഴച്ചു പോകുന്നത് നാട്ടുകാരെ നോക്കിയിരിക്കണ ഒരു പെങ്ങള്. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഹാപ്പിയല്ലേ? ആരുടെ മുന്നിലും തളരാത്ത ചെന്താമര ഞങ്ങൾക്കിഷ്ടം. ഒന്നുമില്ലെങ്കിൽ നീ ഞങ്ങയും അല്ലമാരോടൊപ്പം പുറങ്കടലിൽ നിന്ന് കൊമ്പനെ വരെ പിടിച്ചിട്ടുള്ള പെണ്ണല്ലേ? എന്നിട്ടാണ് വീരോണമായി പറഞ്ഞ പോലെ ആ സുഗുന് ഡയഗോലിന്റെ മുന്നിൽ തളർന്നു പോയത്. നിനക്ക് ഞങ്ങൾ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് തരുന്നുണ്ട്. അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ ഉള്ളൊരു ചെറുക്കൻ. അപ്പൊ നിനക്ക് എല്ലാവരും ആയല്ല. ചെറുക്കൻ നല്ലത് തന്നെയായിരിക്കും.
പക്ഷെ അച്ഛനും അനിയത്തി ഉണ്ടാവുള്ളൂ, അമ്മ ഉണ്ടാവൂല. അതെന്താ? എന്റെ അമ്മ തരകന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ. പിടിക്കാവനെ. നുമ്മയുണ്ടൊക്കെ ചെയ്ത് ഇനി ഇവിടെ നിൽക്കണ ബുദ്ധിയല്ലാട്ടാ. കണ്ടവനും കൊണ്ടുവന്നവനൊക്കെ തൂങ്ങേണ്ടി വരും. കൊണ്ടുവന്നവരാരെങ്കിലും ഇവിടെ നിക്കണോന്നല്ലേ നേഴ്സ് പറഞ്ഞത്. എന്നാ പിന്നെ താമര നിൽക്കട്ടെ, നമുക്ക് പോവാം. ആ നുമ്മ വേണേണ്ട. ഈ കളവൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, വരത്തനാന്ന് തോന്നല്ലേ. ഈ പണ്ടാരൊക്കെ ചാകാൻ വേണ്ടി എന്തിനാണ് നമ്മുടെ ഉറലേക്ക് വന്നത്? ദരിദ്രവാസിയാ, കണ്ടില്ലേ കഴുത്തിൽ ചരട് പോലും ഇല്ല. അതിന്റെ ഇടയിൽ നീ അതും തപ്പിയാ? പിന്നല്ലാണ്ട് പണിക്കാശനൊപ്പിച്ചിട്ടാ. കണ്ടാ ഒരു സ്വർണ്ണമോതിരം പുള്ളിക്കാരന്റെ വിരലേക്ക് എടുത്താണ്. ഭയങ്കര അല്ലേലും പുറം കടലിൽ ശവത്തിന്റെ അരഞ്ഞാണം വരെ തപ്പണ പാർട്ടിയല്ലേ നീ. എങ്ങനെയുണ്ട് സിസ്റ്ററെ? ബോധം തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്ര ചോദിച്ചാലും പേര് വെട്ടോസ് ഒന്നും പറയണില്ല. ചാറ്റിൽ എന്തെങ്കിലും എഴുതാതെ എങ്ങനാ? തൽക്കാലം എന്തെങ്കിലും പേരെഴുതി സിസ്റ്ററെ. എന്നാ കൊച്ചനെ ഒരു പേര് പറ. അത് ശങ്കരൻ എഴുതിക്കോ. ആ, ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. ആ പിന്നെ കാരണവർക്ക് മാറാൻ ഡ്രസ് എന്തെങ്കിലും കൊണ്ടുവരണം. ആ ഞങ്ങളിപ്പോഴും ഇവർ പറഞ്ഞത് ആരാ കക്ഷി? ആരാ എന്താന്ന് ഒന്നും അറിഞ്ഞൂടാ. ആളെങ്ങനെയുണ്ട്? പെടക്കണ്ട, അതാ ഐസിട്ടാ. ബോധം തെളിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും സംസാരിച്ചാ? നേഴ്സ് ചോദിച്ചിട്ട് ഒന്നും പറയണില്ലാന്ന്. രണ്ടെണ്ണം പൊട്ടിച്ച തത്ത പറഞ്ഞ പോലെ എല്ലാം പറയും. ഇതെന്താ കളവ് കേസാ? പറയാൻ പറ്റൂല. കസ്റ്റംസുകാരെ പേടിച്ച് ചിലപ്പോ സ്വർണ്ണ ബിസ്ക്കറ്റായിട്ട് കടലിൽ ചാടിയാണെങ്കിലാ. ആയിരിക്കോടാ. കണ്ടിട്ടൊരു പാവം കാരണവരാ. ഓ, അച്ഛന്റെ പ്രായമുള്ളവർ കണ്ട ഇവക്ക് സഹതാപം. ചാർട്ടിൽ എന്തെങ്കിലും പേരെഴുതണമെന്ന് പറഞ്ഞപ്പോ അറിയാതെയാണെങ്കിൽ അച്ഛന്റെ പേരാണ് നാവി വന്നത്. എന്നാ പണി കിട്ടിയ തന്നെ. അച്ഛൻ അടിഞ്ഞ അതേ തീരത്താണിതും. എടി വേണ്ടാത്ത വയ്യാവേലി എടുത്ത് തല വെക്കല്ലേ, വേഗം സ്ഥലം വിടാൻ നോക്ക്. ഒരാളുടെ ജീവൻ രക്ഷിച്ചിട്ട് പിന്നെ കൊണ്ട് കളയാൻ പറ്റുമോ? എങ്കിൽ പിന്നെ കടലിൽ കിടന്ന് ചാവട്ടെ എന്ന് കരുതിയാ പോരെ. എന്താ താമര? അവള് പറഞ്ഞാലും കാര്യമുണ്ട്. ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവസാനം വരെ കൂടെ നിൽക്കണം. അങ്ങേരുടെ അവസാനം വരെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കിന്ന് വൈകിട്ട് നാടകമുള്ള. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞേ. നീ പറ, ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? മരുന്നും ഡ്രസ്സും വാങ്ങണം. അത്രല്ലേ ഉള്ളൂ. വാ. അല്ല, ഇവിടത്തോളം വന്ന സ്ഥിതിക്ക് കാരണവരുടെ ബോഡി ഒന്ന് കണ്ടേ. എന്റെ ശാരംഗ ശവത്തിനാണ് ബോഡി എന്ന് പറഞ്ഞത്. പിന്നെ അപ്പൊ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ജിമ്മിൽ ഷെറ്റി പോണവന്മാരൊക്കെ ശവങ്ങളാണ്. മാഷ് എനിക്ക് ട്യൂഷൻ എടുക്കല്ലേ. ആ വെള്ളം പോട്ടെ.